എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് നീളമുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് നമുക്ക് ചെറിയ കുപ്പിയിലോ വലിയ കുപ്പിയിലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കുപ്പീൻ്റെ മുകളിൽ ഒരു പൂമരമാണ്, പൂ ഉണ്ടാകുന്ന ഒരു മരം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് എംസിയിലാണ്. അപ്പോൾ നമ്മൾ എംസിയിൽ എടുത്തിട്ടുണ്ട്. എംസിയിൽ നമ്മൾ ആവശ്യത്തിന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് രണ്ട് പേസ്റ്റല്ലേ ഉണ്ടാവും, ഒരു ഗ്രേ കളർ ഒരു ബ്ലാക്ക് കളർ. അത് രണ്ടോട് നന്നായിട്ട് ഇതുപോലെ മിക്സ് എടുത്തിട്ട് നമ്മൾ കുപ്പിയുടെ മുകളിൽ അപ്ലൈ ചെയ്യാണ്. നമ്മളിത് കുപ്പീൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്രേ കളറും ബ്ലാക്ക് കളറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മരം പോലെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് എടുത്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി പോകും, പെട്ടെന്ന് ഇതായി പോകും. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഹോളിട്ട് തുളയുണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കിളിക്കൂടൊക്കെ പോലെ തോന്നുന്ന പോലെ നമ്മളിത് അങ്ങനെ ഒരു ഹോളുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക, ഒരു കറക്റ്റ് ഒരു കൊത്തു പോലെ ആക്കുക. ഇനി നമ്മളിനി ചെറിയ ശിഖരങ്ങളൊക്കെ കൊടുക്കുകയാണ് മരത്തിന്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ശിഖരം കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും ഇതേപോലെ തന്നെ ഒരു ശിഖരം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ തന്നെ ഒരു ശിഖരം കൊടുത്ത് പിന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേരുകൾ കുറച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിതങ്ങനെ വേര് പോലെ ചെറിയ ഇതെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ചെറിയതായിട്ട് എടുത്തിട്ട് ഇതങ്ങനെ വേര് വരുന്ന പോലെ കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതങ്ങനെ വേര് പോലെ ആക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ശിഖരം പോലെ ഇതിൻ്റെ മുകളിലോട്ടും ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ഒരു വരകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മൊത്തത്തിൽ മുഴുവനായിട്ടും എല്ലാ സ്ഥലത്തും ഓരോരോ ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കുക. ഈ ചെറിയ കമ്പിൻ്റെ അവിടെയും ഈ താഴ്ഭാഗത്തും ഒക്കെ ഓരോരോ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇയർ ബഡ്സ് വെച്ചാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇയർ ബഡ്സ് എടുത്തിട്ട് ഇതെങ്ങനെ കളറിൻ്റെ അകത്ത് മുക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കണം. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കളറാക്കി എടുക്കുക. അങ്ങനെ നമുക്ക് എത്ര പൂക്കൾ ആവശ്യമുണ്ടോ അത്രയും ഇയർ ബഡ്സ് ഇങ്ങനെ ആക്കിയെടുക്കുക, കളറാക്കി എടുക്കുക. നമ്മളങ്ങനെ കുറേ ഇയർ ബഡ്സ് കളറാക്കി എടുത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചെറിയ ഹോള് പോലെ ചെറിയ ചെറിയ പൊത്തുകൾ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മരം പോലെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയർ ബഡ്സ് നമ്മൾ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളതിൻ്റെ എടുത്തിട്ട് കറക്റ്റ് നമ്മൾ കളർ ചെയ്തതിൻ്റെ എഡ്ജ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. അതങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ കളർ ചെയ്ത് നല്ല കയറ്റി ചേർത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നമ്മളിത് കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. സൂപ്പർ ഗ്ലൂ ആക്കി
ഒരു കുറച്ച് ഇങ്ങനെ സൈഡിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പതുക്കെ ഒട്ടിക്കുക. 5 ഇതളുകളും പിന്നെ നടുക്ക് ഒരെണ്ണം വരുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റും ഒരു 5 എണ്ണം വരുന്ന പോലെ, പിന്നെ അതിൻ്റെ നടുക്ക് ഒരെണ്ണം നേരെ വരുന്ന പോലെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 5 എണ്ണം വെച്ച് ഇനി നടുക്കുള്ള ഇതുപോലെ ഇങ്ങനെ സൂപ്പർ ഗ്ലൂ ആക്കി നമ്മൾ നടുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഒരു പൂ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത കമ്പിൻ്റെ അറ്റത്തും നമ്മൾ ഇതങ്ങനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ കമ്പുകളുടെയും എഡ്ജിൽ കൂടെ ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഇതാ ഇപ്പുറത്തെ ഈ സൈഡിലേക്കുള്ള ഈ കമ്പുകളുടെയും എഡ്ജിൽ കൂടെ അതേപോലെ തന്നെ നമ്മൾ 5 ഇതൾ ചുറ്റും വരുന്ന പോലെ, നടുക്ക് ഒരെണ്ണം നേരെ വരുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത ഈ പൂവിൻ്റെ അവിടുന്ന് ആ കമ്പ് പിന്നെയും കണ്ടിന്യൂ ആയിട്ട് നേരെ പോകുന്ന പോലെ തന്നെ പൂവിൻ്റെ അവിടുന്ന് പിന്നെയും നേരെ മുകളിലേക്ക് തന്നെ നീട്ടി കൊടുക്കുകയാണ്. ആ കമ്പ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇതങ്ങനെ അതിന് ചെറിയ ചെറിയ ശാഖകളും എല്ലാ പൂവിൻ്റെയും എഡ്ജിൽ നിന്ന്, എല്ലാ പൂവിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ നമ്മൾ പിന്നെയും നീളത്തിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. അതിലും ആ എഡ്ജിൽ അതേപോലെ തന്നെ പൂ ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ പിന്നെ ഒട്ടിച്ച പൂവിൻ്റെ അവിടുന്ന് പിന്നെ നമ്മൾ കമ്പിന് പിന്നെ നീളം കൂട്ടി കൊടുക്കുക. അപ്പം നമ്മളങ്ങനെ നീളം കൂട്ടി നമ്മൾ കുപ്പീൻ്റെ ഒരു കഴുത്തിൻ്റെ അവിടം വരെയൊക്കെ ഇങ്ങനെ നീളം കൂട്ടിപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ശാഖകളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു കഴുത്തിലേക്ക് കയറി നിൽക്കുന്ന പോലെ നമുക്ക് കൊടുക്കാം. അതിനൊക്കെ ചെറിയ ശാഖകളും നമ്മളിങ്ങനെ കഴുത്തിൻ്റെ അവിടെ വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പക്ഷീനെ ഉണ്ടാക്കാൻ വേണ്ടി കളർ എടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഇയർബഡ് എടുത്തിട്ട് ഇതായി നീല കളറിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കി നമ്മളിനി ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് സീക്വൻസ് ഉണ്ട് പല പല വലുപ്പത്തിലുള്ള. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പല പല ഷേപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു ചുണ്ട് പോലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നീളത്തിലുള്ള ഒരു സാധനം എടുക്കുന്നുണ്ട്. ഇത് ഉടുപ്പിൻ്റെ മുകളിലൊക്കെ നമ്മൾ പിടിപ്പിക്കണ പോലത്തെ സാധനമാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ചുണ്ട് പോലെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് സെറ്റായി, ചുണ്ട് സൂപ്പറായിരിക്കണം. ഇനി നമ്മളിതിൻ്റെ അകത്ത് ചെറിയ 2 വട്ടം എടുത്തിട്ട് കണ്ണ് പോലെ വെക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കണ്ണ് പോലെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കണ്ണും സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊരു കൂട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ സാധാരണ ചാക്കുനൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാക്കുനൂലെടുത്തിട്ട് ഇതെങ്ങനെ ഒരു കഴുത്തിൽ കണക്കാക്കിയിട്ട് അതിൻ്റെ താഴോട്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് ഒരു പക്ഷിക്കൂടൊക്കെ പോലെ തോന്നുന്ന പോലെ പുറത്തേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കുറച്ച് പുറകോട്ട് ഇങ്ങനെ മടക്കിയെടുത്ത് ഒരു കിളിക്കൂട് പോലെ തോന്നുന്ന പോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബേക്കിലെ സൈഡിലും കുറച്ച് സൂപ്പർ ഗ്ലൂ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കിളിക്കൂട് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഒരു കത്രിക എടുത്തിട്ട് ഇതെങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക, ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ കിളിയും കിളിക്കൂടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഹോളിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. നമുക്കിത് അതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ എടുത്തിട്ടും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിളിക്കൂട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കളറ് കല്ലെടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.